ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുരുമുളക് കൃഷിയാണ്, അതുപോലെ കുറച്ച് ഓർഡറുകളും. അപ്പം എനിക്കിന്ന് കിട്ടിയ ഓർഡറുകളാണ് കേട്ടത്. രാവിലെ തന്നെ ആ ചെടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ് ഞാൻ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെടികളാണ് കേട്ടോ. അതിലുള്ള അഗ്ലോണിമ കാണുന്നത് നേരത്തെ ഓർഡർ വന്നതായിരുന്നു, അന്ന് ഫ്രീ ഇട്ട സമയത്ത് കിട്ടിയതായിരുന്നു അത്. അപ്പം അവരന്ന് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ആ പ്ലാൻസ്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പുറത്തേക്ക് ഇറങ്ങി ചെടി പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര നേരത്തെ അല്ല, കാണുമ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുരുമുളക്. ഇത് ടെറസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ താഴത്തേക്ക് ഇറക്കിയതാണ്. അപ്പം എന്താണ്, ഇപ്രാവശ്യം നല്ലോണം കായ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. എന്താ പറയുക, ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. നമ്മളൊരു സാധനം നടുമ്പോൾ നമുക്ക് അതിൽ റിസൾട്ടാണല്ലോ നമ്മൾ നോക്കുക. അത് അതിൽ കുറേ ഇതാവണതല്ല, പക്ഷെ ഒരു സന്തോഷമാണ്. അതിൽ പൂവായാലും ഒരു കായായാലും ഒരു ഭംഗി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ചെടികളോടും കൃഷിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അത് എൻ്റെ ഫാമിലിയിൽ അങ്ങനെയാണ്. എൻ്റെ ഉപ്പായാലും ഉമ്മായാലും ഒക്കെ അങ്ങനെ കുറേ നടണവരും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതായിരിക്കും എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ. അതേപോലെ എൻ്റെ മോൾക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരും, ഇതൊക്കെ വാങ്ങിയൊക്കെ തരും. ഹസ്ബൻഡിനും ഇഷ്ടമാണ്. അപ്പം നടുന്നതൊക്കെ എപ്പോഴും ഞാൻ തന്നെയാണ്. ഹസ്ബൻഡ് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറച്ച് ഞങ്ങൾ മൂഴിക്കൊന്ന് മാനക്കയറ്റുന്നുണ്ട്. 100 രൂപ തൈകളാണ് 100ൻ്റെയും 80ൻ്റെയും ഉണ്ട് കൊണ്ടുവന്ന് വെച്ചത്. അപ്പം ഇതിപ്പോൾ വെച്ചിട്ട് ഒരു 1.5 വർഷമായിട്ടുണ്ടാവും. 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇതിങ്ങനെ കായ്ക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ തന്നെ കായ ഉണ്ടായില്ല. ഇതൊക്കെ പറിക്കാനായിട്ടും തോന്നുന്നുണ്ട് എനിക്ക്, പഴുത്തണമല്ലോ. അപ്പോൾ അത് കുറച്ച് അയനെക്കൊണ്ട് അങ്ങനെ വെച്ചതാണ് ഞാൻ, ഉണക്കാനുള്ളൊരിതുകൊണ്ട്. മഴയല്ലേ ഇപ്പോൾ. അപ്പോൾ കണ്ടോ, നിറച്ച് തോക്ക ഉണ്ടായിട്ടുണ്ട്, നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. വലിയ നല്ല നീളമുള്ള ഒരു എന്താ പറയുക, കൊലയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മതിലൊക്കെ ഇത് കണ്ടപ്പോൾ നല്ല രസം ഫോട്ടോയിൽ. അപ്പോൾ അങ്ങനെ അത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ്, മാഷാഅല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ചെടീൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇതും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു തൈ ഉണ്ടായാൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു 10-8 തൈകളുണ്ട്. കുറച്ചുകൂടെ നടാനും ഉണ്ട് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി. എന്താണ്, ചെടികൾ മാത്രം എന്നോട് എപ്പോഴും പറയാറുണ്ട് എൻ്റെ അപ്പ, എനിക്ക് ഈ ചെടീൻ്റെ നേരം കൊണ്ട് എനിക്ക് ഈ കുറച്ച് കുരുമുളകൊക്കെ വെച്ചുകൂടെ ചോദിക്കും. അപ്പോൾ ഞാനതും ചെയ്യുന്നുണ്ട്. വേറെ കൃഷികളും വെണ്ടയും പയറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതിപ്പം ഞാൻ എൻ്റെ കുറച്ച് വെറൈറ്റി മുളകുകളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. കണ്ടോ, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള മുളകുകളായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ കായപ്പോൾ പറിച്ച് കഴിഞ്ഞതാണ് സംഭവത്തിൽ. ഇപ്പം മരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ കുരുമുളക് കൃഷി ഇതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. എന്താണ്, നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറൊക്കെ നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതാണ് എൻ്റെ കുരുമുളകിൻ്റെ കൃഷി. എനിക്കിതൊക്കെ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ്. എനിക്ക് ഒന്നുമില്ലെങ്കിലും എന്താ പറയുക, ഇതിൻ്റെ അടുത്ത് വന്നിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതിൻ്റെ കിച്ചൻ്റെ സൈഡാണ്, കിച്ചൻ്റെ ഫ്രണ്ട് വശമാണ്. അങ്ങനെ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സും ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു ഗാർഡൻ അവിടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ കുരുമുളകാണ് കേട്ടോ. ഞാൻ വിളവെടുപ്പ് നടത്തിയതാണ്. അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണിത്. അപ്പം ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഉണക്കി ഞാൻ ചില്ല് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറായിരുന്നു ഞങ്ങൾ കുരുമുളക്. എൻ്റെ വീട്ടിലുണ്ട് ഉപ്പ നട്ടത്. അപ്പം ഉണ്ടോ. പിന്നെ മീനെ സ്കൂൾ പറഞ്ഞൊക്കെയാണ് മോള്. എന്താണ്, ഓളെ കൂടെ തന്നെ പോകാനുള്ള പരിപാടിയാണ് ഇവർ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എപ്പോഴും കരച്ചിലാണുണ്ടാവുക. ഈ മക്കൾ സ്കൂളിൽ പോയി, മോനും മോളും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര കരച്ചിലാണ്. മോളെ പിന്നെ കൂടെ പോകുന്ന കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പോവേ ഇല്ല, ഓളെ കൂടെ തന്നെ പോകണമെന്നൊരു വാശിയാണ് അവൾക്ക്. അങ്ങനെ മീനെ പറഞ്ഞയച്ചു. നല്ല രസമല്ലേ, എന്തൊരു ക്യൂട്ട് മൊമെൻ്റാണ് ഇതൊക്കെ. നമുക്കിത് മക്കൾ വേഗം വലുതാവും, നമുക്കിതൊക്കെ മിസ് ചെയ്യും. അങ്ങനെ ഇന്നൊരു ബിസിയുള്ള ദിവസമാണ്. ആ കൊറിയർ അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വേഗം റെഡിയായിട്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.